പ്യാരെ ബച്ചോ ആദാബ്. ഇന്നത്തെ പ്രീ മോഡൽ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയില്ലേ? പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു എല്ലാ ചാപ്റ്റേഴ്സും മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നസ്മ് ഹവ, നമ്മുടെ നസ്മായിട്ടുള്ള ഹവ എന്നുള്ള ആ ഒരു ചാപ്റ്റർ അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഹവ എന്നുള്ള നസ്മ എഴുതിയിട്ടുള്ളത് ഷെഫിയുദ്ദീൻ നയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷായറാണ്. മക്കൾക്ക് അറിയുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ ഹവയെക്കുറിച്ചുള്ള ഹവയുടെ രണ്ട് മുഖങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നസ്മാണ്. നിങ്ങൾക്ക് അതിൻ്റെ മത്ലബും അതിന് തശ്രീ ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള വേർഡ്സുകൾ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള വേർഡ്സുകളാണ് ഉള്ളത്. മുന്നേ ഉള്ള നസ്മുകളെ പോലെയൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വേർഡ്സുകളും ഷെയറുകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. അറിയുന്നുണ്ടാവും. ചിടിയോം കി ചഹചഹാട്ട്, പക്ഷികളുടെ ചിലക്കൽ. ബാരിഷ് കി ബൂന്തേ, മഴത്തുള്ളികൾ. ഫൂലോം കി ഖുഷ്ബു എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം, പൂക്കളുടെ സുഗന്ധം. ഹവ കല്ലംസ് എന്ന് പറഞ്ഞാൽ സ്പർശനം, കാറ്റിൻ്റെ ആ ഒരു സ്പർശനം. അവർ ഖേത്തോം കി സർസബ്സി, വയലുകളുടെ ആ ഒരു പച്ചപ്പ്. ലോകോംകോ, ആളുകളെ. ഹമേഷ, എല്ലായ്പ്പോഴും. അപ്പനേ തറഫ് ഗീഞ്ചത്തേ, അതായത് പ്രകൃതിയിലുള്ള ചില സംഭവങ്ങൾ നമ്മൾ പ്രകൃതിയിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ചിടിയോം കി ചഹചഹാട്ട്, ബാരിഷ് കി ബൂന്തേ, ഫൂലോം കി ഖുഷ്ബു, ഹവാ കി ലംസ്. അതേപോലെ തന്നെ ഖേത്തോം കി സർസബ്സി. ഹവാ കെ ബായർ, നമ്മുടെ ഈ ഒരു കാറ്റിന് കൂടാതെ ഫിത്രത്ത് ക ഹുസ്ന്, നമ്മുടെ പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് അധൂരായ, അപൂർണമാണ്. യഹി ഹവ ഫിത്രത്ത് കോ ജാൻ ബക്ഷതേ ഹെ, അതായത് ഈ ഒരു കാറ്റാണ് പ്രകൃതിക്ക് ജീവൻ നൽകുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നൽകുക, ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ഇനി നമുക്ക് ഓരോ വരികളുടെയും അർത്ഥങ്ങളൊന്ന് പരിശോധിക്കാം. അജബ് ടണ്ടേ ടണ്ടേ ഹവ ചൽ രഹി ഹെ, ഈ ഗർമി മേ പങ്കെ ഹമേം ജൽ രഹി ഹെ. അജബ് എന്ന് പറഞ്ഞാൽ വിചിത്രം, ടണ്ടി എന്ന് പറഞ്ഞാലോ തണുത്തത്. ഏ അജബ് ഹവ, ഏ അജബ് ടണ്ടി ഹവ ഹമേം സുകൂൻ ദേത്തി ഹെ. കൈസെ? ഏ ठंडी हवा हमें गर्मी के मौसम में एक पंखे के जैसे वो जल रही है. അതിൻ്റെ മലയാളത്തിൽ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ, വിചിത്രമായിട്ടുള്ള ഈ ഒരു കാറ്റ്, ഈ ഒരു തണുത്ത കാറ്റ് നമുക്ക് ചൂടുള്ള സമയത്ത് ഒരു പങ്കയെ പോലെ, ഒരു ഫാനിനെ പോലെ നമുക്കത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഷെയർ നോക്കാം. ഹേ ഇൻസാൻ ഹയവാൻ കി ജാൻ ഉസീസെ, ഫലോം ഓർ ഫൂലോം കി സബ് ഷാൻ ഉസീസെ. വളരെ സിമ്പിളാണ്. ഇൻസാൻ ഓർ ഹയവാൻ കി ജാൻ ഉസീസെ ഹേ, മനുഷ്യൻ്റെയും ആ മൃഗങ്ങളുടെയും ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ഉസീസെ ഹേ ഈ കാറ്റിലൂടെ തന്നെയാണ്, കാറ്റിൻ്റെ സഹായത്തോടു കൂടെ തന്നെയാണ്. और ഫൂലോം और ഫലോം സബ് ഷാൻ ഉസീസെ ഹെ. അപ്പോൾ ഈ പൂക്കളായാലും പഴങ്ങളായാലും എല്ലാം ഉണ്ടാകുന്നതിന് കാരണക്കാരൻ ആര് തന്നെയാണ്? ഈ ഹവാഹെ അല്ലേ. അവരിലുള്ള പരാഗണം നടന്ന് പൂക്കളും കായ്കളൊക്കെ ആയി മാറണമെങ്കിൽ കാറ്റിൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തത്, ഹവാ ഹി ന ഹോത്തി തോ ഫിർ ക്യാ ധുരാ താ, ഇധർ സാസ് രുക്താ ഉദർ ദം ഫനാത്ത. ഹവാ ഹി ന ഹോത്തി തോ, അതായത് കാറ്റില്ലെങ്കിൽ. ഹവാ കെ ബഗൈർ ഇസ് ഫിത്രത്ത് കെ ഹാൽ ക്യാ ഹോഗ, ഇധർ സാസ് രുക്താ ഹെ, ഇവിടെയുള്ള ശ്വാസങ്ങളെല്ലാം രുക്കുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവുക, നിലയ്ക്കുക. और ഉദർ ദം ഫന ഹുവാ ഹെ, അതായത് ഈ ഫന, അതായത് കാറ്റ് നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്റില്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ ജീവജാലങ്ങളുടെയും ശ്വാസം നിലച്ചു പോകും. ഇനി അടുത്ത ലൈന്, ഹമാരെ ലിയെ ഓർ ബാവോ മിൻ ജാക്കർ യെ ലായി ഹെ ഫൂലോം കി ഖുഷ്ബു ഉഡാക്കർ. ഹമാരെ ലിയെ നമുക്ക് വേണ്ടിയിട്ട്, ഓർ ബാവോ മിൻ ജാക്കർ മറ്റുള്ള ആ പൂന്തോട്ടങ്ങളിൽ പോയിട്ട്, ക്യാ ലാത്തി ഹെ ഫൂലോം കി ഖുഷ്ബു ഉഡാക്കർ ലാത്തി ഹെ അല്ലേ, പൂക്കളിലുള്ള സുഗന്ധം നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. ഇനി അടുത്ത ലൈന്, സമുദ്ര സെ ആയി തോ സൗഗാത്തിലായി മിഠാനെ കോ ഗർമി കെ ബർസാത്തിലായി. സമുദ്ര സെ ആയി തോ, ഇനി അത് സമുദ്രത്തിൽ നിന്ന് വരികയാണെങ്കിലോ,
ഹംകോ സൗഗാത്ത് ലാത്തി ഹെ. സൗഗാത്ത് ക മാന ഇനാം, ഇനാമാത്ത്, അതായത് സമ്മാനങ്ങളായിട്ടാണ് വരുന്നത്. മിഠാനയ്ക്ക് എന്ത് സമ്മാനമാണ് നമുക്ക് കൊണ്ടുവരുന്നത്? മിഠാനെ കോ ഗിർമി കെ ബർസാത്തിലായി. നമുക്ക് ഗിർമി കോ മിഠാനെ കേലേ, ഇനി ചൂടിനെ, ഗിർമി എന്ന് പറഞ്ഞാൽ ചൂട് അല്ലേ, മിഠാന എന്ന് പറഞ്ഞാൽ അകറ്റുക. അപ്പോൾ ഈ ചൂടിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഓ ബർസാത്തിലാത്തി ഹെ, നമുക്ക് മഴയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. സരാധേർ മീംത നഗർ സാരാ ജലത്തിൽ. അപ്പോൾ ഈ ഒരു പിന്നെ കാറ്റ് മഴയുമായിട്ട് വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയായി മാറും എന്നുള്ളതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ഹരേ ഹോ ഗയേ അബ് തോ ജംഗിൾ കെ ജംഗിൾ. നമ്മുടെ ചുറ്റിലുമുള്ള ഈ ഒരു സ്ഥലങ്ങളെല്ലാം ജംഗിൾ കെ ജംഗിൾ, ഹരേ ഭരേ ജംഗിൾ ബൻ ജാത്ത ഹെ, നല്ല പച്ചപ്പുള്ള ജംഗിളായിട്ട് മാറും. സരാ ദേർ മീംത നഗർ സാരാ ജലത്തിൽ. അത് മഴയായി വർഷിക്കുന്ന സമയത്ത് കുറച്ച് നേരം കൊണ്ട് തന്നെ എന്താവും, ആ നഗർ സാരാ ജലത്തിൽ, നമ്മുടെ നഗരം ഫുൾ ഓഫ് വാട്ടറായിട്ട് മാറും. और हमारे आसपास के सारे जंगल हरे भरे हो जाते हैं. ഇനി അടുത്ത ലൈന് മുതൽ നമ്മുടെ ഹവയുടെ മറ്റൊരു മുഖത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹവ ദേഖിയെ ഗിർ ബിഗഡ്നെ പെ ആയേ तो रहते നഹീം ഷഹർ ബസ്തി സരായേ. അതായത് ഈ കാറ്റിൻ്റെ ഒരു നശിച്ച്, ബിഗഡ്ന എന്ന് പറഞ്ഞാൽ നശിക്കുക, അതായത് കാറ്റൊന്ന് നശിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഗതി മാറി ഒഴുകുക, ഗതി മാറി വീശിക്കഴിഞ്ഞാൽ, ഒഴുകല്ല സോറി വീശുക അല്ലേ. അതായത് തൂഫാൻക്ക് തര ആയേത്തോ, തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റായിട്ട് വരികയാണെങ്കിൽ യഹാം കോയി ബാക്കി നഹീം, ഇവിടെ ഒന്നും തന്നെ അവശേഷിക്കില്ല. तो रहते നഹീം ഷഹർ ബസ്തി നഹി ഹെ और ഷഹർ നഹി ഹെ, നമ്മുടെ നാടും ഉണ്ടാവില്ല, നമ്മുടെ പട്ടണങ്ങളും ഉണ്ടാവില്ല. ഒരു സറായി നഹി, സറായി എന്ന് പറഞ്ഞാൽ എന്താണ്, ജനവാസ കേന്ദ്രങ്ങൾ, ഇതൊന്നും തന്നെ അവിടെ ബാക്കി ഉണ്ടാവില്ല, എല്ലാം തന്നെ ഓ തോട്ടി ഹെ ഓർ ഗിരാത്തി ഹെ. അത് അടുത്ത ലൈനിൽ പറയുന്നുണ്ട്. ഗിർജിത്തി ഹുയി ആയി ഹെ സെൻസിനാത്തി, അതായത് ഗർജന, ഗിർജിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗർജിക്കുക. അത് ഗിർജിത്തി ഹുയി ആയിത്തോ, അത് അതിൻ്റെ ഗർജിക്കുന്ന അവസ്ഥയിൽ ഗർജനം കേൾപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഹറേക്ക് ചീസുക്കോ, ഓരോ വസ്തുവിനെയും, എല്ലാ വസ്തുക്കളെയും അത് എന്താക്കി മാറ്റും, തോടുത്തിഹെ, പിളർത്തിക്കളയും, ഓർ ഗിരാത്തിയെ, അതിനെ വീഴ്ത്തിക്കളയും. അപ്പോൾ അതിൻ്റെ മറ്റൊരു മുഖത്തെ കുറിച്ചിട്ടാണ് ആ രണ്ട് ലൈനിൽ പറയുന്നത്. ഇനി അടുത്ത ഭാഗത്ത് നോക്കൂ. സമുദ്ര കി മൗജോ കോ ഐസ ഉച്ചാല കെ പാനി കബസ് ബൻ കെയ എക്ക് ഹിമാല. അതായത് സമുദ്രത്തിലെ തിരകളെ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? അവിടെ ഒരു തെഷ്ബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം, ഒരു ഉപമയാണ് അല്ലേ. ഹിമാലയ പർവ്വതത്തോടു കൂടിയാണ് സമുദ്രത്തിലുള്ള തിരകളെ ഉപമിച്ചിട്ടുള്ളത്. അതായത് സമുദ്രത്തിലെ തിരകൾ ഇങ്ങനെ ഉയരുമ്പോൾ അതിനെ ഒരു ഹിമാലയ പർവ്വതത്തെ പോലെയാണ് എന്നുള്ളതാണ് കാവ്യാവരിയിൽ പറഞ്ഞിട്ടുള്ളത്. ജഹാസോം കെ ഐസെ പറച്ചേ ഉഠായേ के जाकर സമുദ്ര के तहे में समाये. ജഹാസോ, ജഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പൽ അല്ലേ. ജഹാസോം കെ ഐസെ പറച്ചെ ഉഠായേ, അതായത് ആ കപ്പലുകളുടെ ചിറകുകൾ, പറച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ചിറകുകളെ. കെ ജാക്കർ സമുദ്ര കെ തഹ്മേ സമായേ, അത് കെ ജാക്കർ, അത് ഈ കാറ്റ് അതിനെ കൊണ്ടുപോയിട്ട് സമുദ്ര കെ തഹ്മേ സമായേ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് അതിനെ താഴ്ത്തിയിട്ടുണ്ട്. और അജബ് ഷേഹെ നയ്യർ ജഹാം മേ ഹവാ ഭി. അപ്പോൾ ഈ ഒരു കവി പറയാണ്, ഏക്ക് അജബ് ഷേഹെ, ഷേ എന്ന് പറഞ്ഞാൽ എന്താണ്, വസ്തു അല്ലെ, ചീസ്. ഇതൊരു വിചിത്രമായ സംഭവം തന്നെയാണ്. ജഹാം മേ ഹവാ ഭി, ജഹാം എന്ന് പറഞ്ഞാൽ ദുനിയ, ഉസ് ദുനിയ മേ ഹവ ഏക്ക് അജബ് ഷേഹെ, വിചിത്രമായ ഒരു വസ്തുവാണ്. കെ നിയമത്ത് ബി കഹി, അതിന് അനുഗ്രഹം എന്നും പറയാം. ഉസേ ഓർ ബലാ ബി ഹെ, അതിന് ശാപമെന്നും പറയാം. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഹവ നിയമത്ത് ബി കത്തേഹ് ഓർ ബലാ ബി ക്യോം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ നമ്മളിതിൻ്റെ കാറ്റിൻ്റെ ഹവയുടെ കുറേ ഹുസൂസിയാത്തുകൾ നമ്മൾ ഫസ്റ്റത്തെ ഷെയറുകളിൽ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് അത് എഴുതാം. എന്തുകൊണ്ടാണ് ഇതിനെ ബല എന്ന് പറയുന്നത്, ശാപം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ലാസ്റ്റിലുള്ള ലൈൻസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേത് ചോദ്യങ്ങൾക്കും മക്കൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ എഴുതാം. ഇനി ഷെഫിയുദ്ദീൻ നയ്യറെ കുറിച്ചിട്ടുള്ള ചെറിയൊരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷെഫിയുദ്ദീൻ നയ്യറിനെ ബച്ചോं के लिए बेहद दिलचस्प नज़में लिखी थी. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരുപാട് നസ്മുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നയ്യർ സാഹിബ് 7 साल के ही थे जब उनके वालिद का इंतकाल हुआ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 7ാമത്തെ വയസ്സിലാണ് തൻ്റെ പിതാവ് മരണപ്പെടുന്നത്. 11 साल की उम्र में वो दिल्ली पहुँचे. 11 അല്ലേ,
11ാമത്തെ വയസ്സിൽ അദ്ദേഹം ദില്ലിയിൽ എത്തിച്ചേർന്നു. അവർ ജഹാം ഉനോനെ അഖ്ബാർ ബേച്ച്കർ ഗുസാറുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ജീവിച്ചിരുന്നത് പത്രങ്ങൾ വിറ്റിട്ടായിരുന്നു അദ്ദേഹം അവിടെ കഴിച്ചു കൂട്ടിയിരുന്നത്. നിയ്യ സാഹിബ് ബഹുത് ഹി മെഹനത്തെ താലിബെ അൽമത്തെ, അദ്ദേഹം വളരെ അധ്വാനശീലനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഉസ്ലിയുവിനെ വസീഫ ബി മിൽനെ ലഗ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിരുന്നു, സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. ജബ് വോ 8വീं ക്ലാസ് में थे, അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് തബ് അദം താവിൻ തഹരീക്ക് की ज़ेर असर उन्होंने एंग्लो अरब स्कूल छोड़कर आज़ाद कौमी दरसगाह में दाखिला ले लिया. അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആംഗ്ലോ അറബി സ്കൂൾ ഉപേക്ഷിച്ചിട്ട് ആസാദ് കൗമി ദർസ്ഗാഹിൽ പ്രവേശനം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. 1980 ഉन्होंने അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റീസ് ഉറുദു में MA की डिग्री ली. അദ്ദേഹം 1950 MA ഡിഗ്രി ഹാസിലാക്കി. और नैयर साहिब बहुत सादा मिजाज और एक आला उस्ताद, അദ്ദേഹം സാധാരണ ഒരു സ്വഭാവമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അവർ അയല ഉസ്താദ്, നല്ല സ്റ്റാൻഡേർഡുള്ള ഉയർന്ന ഒരു ഉസ്താദ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് 1978 ജനുവരി 3-നാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നെയ്യറിനെ കുറിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കാം. ശുക്രിയ. ഖുദ ഹാഫിസ്.